വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ആചരിക്കേണ്ട ഒന്നാണോ ലഹരി വിരുദ്ധത? കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ആശങ്കയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു മയക്ക് മരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്ത. എത്ര അമ്മമാരുടെ കണ്ണുനീർ നാം കണ്ടു, എത്ര അച്ഛന്മാരുടെ നെഞ്ചിലെ വേദന നമ്മൾ കണ്ടു, എത്ര സഹോദരങ്ങളുടെ നിസ്സഹായത നമ്മൾ അറിഞ്ഞു. യുവത്വത്തിൻ്റെ ചിന്താശേഷിയും അവരുടെ ഭാവിയെയും മയക്കിക്കിടത്തി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹത്തെ, ഈ നാടിനെ തന്നെ തകർക്കുന്ന വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് ഡ്രഗിൻ്റെ വ്യാപനം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാത്രമായി ചുരുങ്ങരുത് മയക്ക് മരുന്നിനെതിരെയുള്ള നമ്മുടെ പോരാട്ടവും ബോധവൽക്കരണവും. നമ്മുടെ അമ്മമാരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം തിരികെ കൊണ്ടുവരാൻ അച്ഛന്മാരുടെ പ്രതീക്ഷകളുടെ തിരുനാളം എഴുതാൻ സഹോദരങ്ങളുടെ ചുണ്ടുകളിൽ ചിരി വിരിയിക്കാൻ നമുക്കൊന്നിച്ച് നിൽക്കാം. വിശ്വശാന്തി ഫൗണ്ടേഷൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുമായി ചേർന്ന് മയക്ക് മരുന്നിനെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന PA ഹീറോ എന്ന ക്യാമ്പയിൻ ഇതിനോടകം തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പങ്കുചേരാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിലെ ഹീറോകൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഉണർന്ന് പ്രവർത്തിക്കേണ്ട നമ്മുടെ യുവത്വത്തെ മയക്കിക്കിടത്താൻ നാം ആരെയും അനുവദിക്കുന്നത്. സ്നേഹവും ധൈര്യവും ആയുധമാക്കി ഒരു വലിയ വിപത്തിനെതിരെ പോരാടാൻ നമുക്ക് ഒന്നിച്ചേരാം. മയക്കുമരുന്നിൻ്റെ വലയിൽ വീണ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. നമ്മുടെ ഇടവഴികളിലും ക്യാമ്പസുകളിലും നഗരപ്രദേശങ്ങളിലും പിടിമുറുക്കുന്ന ഈ വിപത്തിൻ്റെ കണ്ണികളെ നമുക്ക് തകർത്തെറിയാം. നിശബ്ദരായി നിൽക്കേണ്ട സമയമല്ലിത്, മറിച്ച് ഉച്ചത്തിൽ പ്രതികരിക്കേണ്ട സമയമാണ്. നാടിനെ രക്ഷിക്കുന്ന ഹീറോകളായി നാം ഓരോരുത്തരും മാറേണ്ട സമയം. മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എന്തും എവിടെ കണ്ടാൽ പ്രതികരിക്കാൻ തയ്യാറാവുക. യഥാസമയം അധികാരികളെ അറിയിക്കാൻ വിമുഖത കാട്ടാതിരിക്കുക. ഓർക്കുക, നിങ്ങൾ ഒരു ഹീറോ ആണ്. ഒരുപാട് ജീവിതങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹീറോ. ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഈ ഡേർട്ടി ബിസിനസ് ഇതൊരു ഡേർട്ടി ബിസിനസ്സാണ്. അതാദ്യം മനസ്സിലാക്കുക. ഡ്രഗ് നമ്മൾ ഉപയോഗിക്കില്ല, ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല. ബി എ ഹീറോ. ഓക്കെ, ബി എ ഹീറോ, ബി എ ഹീറോ. ജയ് ഹിന്ദ്. താങ്ക് യു. Thank you so much, Radhika. വേദിയിലിരിക്കുന്ന ബഹുമാനരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. Will you be silent for some time? And discipline kids. Thank you. ഇവിടെ ആരോ ലാലേട്ടൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. അമ്മ തരുന്ന ഏത് ഭക്ഷണമായിരുന്നു ലാലേട്ടന് ഇഷ്ടമാണ്? ലാലേട്ടന്റെ മറുപടി എന്തായിരുന്നു? അമ്മ ഉണ്ടാക്കുന്ന എന്തും എനിക്കിഷ്ടമാണ്. അതാണ് അമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം. ഇന്ന് നിങ്ങളെ പോലുള്ള കുട്ടികൾ മറക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങൾ കൈ നോക്കണം. എത്ര കുട്ടികൾ വീട്ടിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തോണ്ട് അമ്മ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം എന്ന് പറയുന്ന എത്ര പേരുണ്ടെങ്കിൽ ഒന്ന് കൈ കൂട്ടാൻ സത്യസന്ധമായി. പല കൈകളും പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾക്ക് തോന്നലാണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് എന്തും ചെയ്യാനുള്ള ശക്തിയുണ്ട്, പ്രാപ്തിയുണ്ട്. എന്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും അറിയില്ല. അതെന്താ പ്രശ്നം? ടീനേജിന്റെ പ്രശ്നമാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ സെയിം ഫീലിങ്സ് ഞാനും ഒരു ടീനേജറായിരുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് വളർന്നു വരുന്ന സമയത്താണ് അറിയുന്നത് ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി എന്തായിരുന്നു എന്നും
നമ്മൾ ഓരോ സമയം മിസ് ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ നിങ്ങൾ ഓർക്കണം. അത് ഓർത്താൽ ഇന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്റി ഡ്രഗ്സ് ആൻഡ് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ക്ലാസ്സുകൾ നടത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾ അമ്മയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബന്ധത്തിൽ നിന്ന്, ആ പെറ്റമ്മയുടെ ശരീരത്തിന്റെ ചൂട് അനുഭവിക്കാതെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ വിട്ടിട്ട് പോകുന്നു. മക്കളെ ഒന്നോർത്തോ, ചില സമയത്ത് നിങ്ങൾ ഈ അനുഭവിക്കാതെ പോകുന്ന ചൂട് ചിലപ്പോ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് ആ മോൾ ഉണ്ടായിരിക്കില്ല ചൂടോടുകൂടി. അതുകൊണ്ട് സ്റ്റാർട്ട് റിവൈവിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ മദർ. Feel the warmth of your mother. That is good enough for you to keep away from all the evil spirits. ഇന്നത്തെ evil spirit എന്താണ്? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലോട്ടും ശരീരത്തിലോട്ടും കയറി വരുന്ന ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ വിപത്ത്, അതെന്താണെന്നുള്ളത് ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഓർത്തോളൂ. അത് നിങ്ങൾക്ക് വെറും ഒരു നിങ്ങളുടെ ലഹരിയുടെ തുടക്കമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അധപ്പതനത്തിന്റെ തുടക്കമാണത്. ആ തുടക്കത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? സ്കൂൾ വിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നടന്നതോ അല്ലെങ്കിൽ വഴിയിൽ നടന്നതോ ഒന്നും നിങ്ങൾ അമ്മമാരായിട്ട് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. എന്ത് കാര്യം നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പോയി പറയാൻ ചങ്കൂറ്റമല്ല. അവിടെ ഇരിക്കുന്ന ആ ടീച്ചർമാര് അവർ നിങ്ങളുടെ ഗാർഡിയൻസ് ആണ്. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാര്, they are the people, they are the best friends of yours. Go and communicate with them. ഒരു പ്രാവശ്യം ഒരു കുട്ടി തെറ്റ് ചെയ്യാം. ആ തെറ്റിൽ നിന്ന് തെറ്റിലോട്ട് പോവാതിരിക്കണമെങ്കിൽ revive this kind of relationship back to your nature. അതുകൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവിനും നിങ്ങൾ കൊണ്ട് കയറാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് ഒരു ബെൽഗാം അറ്റാക്ക് വേണ്ട. ഇന്ന് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിലിരിക്കുന്ന ശത്രുക്കൾക്കറിയാം യുദ്ധം ചെയ്തുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. ആ സമയത്താണ് അവർ ഈ ട്രക്ക് പോലെയുള്ള വിപത്തുകളെ ആരും അറിയാതെ ഈ ഭൂമിയിലോട്ട് കയറ്റിവിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർന്നു വരുന്ന നിങ്ങളെപ്പോലുള്ള തലമുറയുടെ ശരീരത്തിലും മനസ്സിലും ഈ ഡ്രഗ്സ് ചെയ്ത് നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം വിപത്തിലോട്ട് പോകുമെന്നുള്ളത് അവർക്കറിയാം. അത് നിങ്ങൾ കൂടെ മനസ്സിലാക്കണം. ഇത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കൂ. നിങ്ങളുടെ സയൻസ് ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, സയനൈഡ്. നാക്കൽ തൊട്ട് കഴിഞ്ഞ് ടേസ്റ്റ് അറിയാൻ വേണ്ടി ആ സയന്റിസ്റ്റ് എഴുതി വെച്ചു എസ് എന്ന്. ആ എസ് ഷുഗർ ആണോ സോൾട്ട് ആണോ എന്ന് ഇന്ന് വരുമ്പോൾ ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഇത് മനസ്സിൽ വെക്കണം കിട്ടും. ആരും ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വരുവാണെങ്കിൽ think that this is cyanide. Cyanide will kill you instantly, but this thing which you are going to taste it, that will kill you slowly with a painful death. Never ever think about it. Just say a strong no to drugs, and if your friends are falling for it, make sure that you all collectively help him out, help her out. That should be your oath today. ഞങ്ങളൊക്കെ പോലെ ഒരു ക്യാമ്പയിൻ ചെയ്യും. പക്ഷെ മക്കളെ, നിങ്ങളാണ് ഞങ്ങൾക്ക് റിസൾട്ട് തരേണ്ടത്. You are the future of our country. You are the strength of this growing India. So, പാകിസ്ഥാനും അല്ലെങ്കിൽ ഏതൊരു ശത്രുവിനും നിങ്ങളിലോട്ട് നുഴഞ്ഞു കയറാൻ നിങ്ങൾ സമ്മതിക്കരുത്. അത് ഈ ഡ്രഗിൽ കൂടിയാണ് വരുന്നത്. So please keep away from them. Always be in touch with your mother. Keep the warmth of your mother. Keep the warmth of your father. Keep the warmth of your teachers. They are the people who are protecting you. Don't keep away from them. Always be together with them. And be a good child, obedient, and always listen to us. And let us all fight. മനോരമയോ അല്ലെങ്കിൽ ജോയ് ചേട്ടനോ ഞങ്ങളെ കൊണ്ടവരൊക്കെ ഓരോരോ ഇൻസിഡന്റ് വന്ന് നിങ്ങളോട് പറയും. പക്ഷെ യു ആർ ദ പീപ്പിൾ ടു ടേക്ക് ദ ഓത്ത് ടുഡേ. അതുപോലെ ഇന്ന് ഇവിടെ കൈ പൊക്കാത്ത ഓരോരുത്തരും ഇന്ന് വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയോ? അമ്മയെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ. And continue this habit tomorrow onwards. You will be a strong personality. You cannot be touched by any evil forces. So keep that relationship. That's all what I want to say. And keep up your good work and be a true patriotic Indian soldier. Be for others and help each other. Thank you so much. Be a good boys and girls and protect this nation. I want you all to be strong, to build a strong nation. Thank you so much and a big Jai Hind. ലഹരിക്കെതിരെയുള്ള
ഈ പ്രതിജ്ഞ എല്ലാവരും ഏറ്റു ചൊല്ലുക. ഞാൻ എൻ്റെ ആരോഗ്യത്തെയും ഭാവിയെയും കുടുംബത്തെയും ദേശത്തെയും മാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നു. അതിനാൽ ഒരു ലഹരി വസ്തുക്കളും ഒരിക്കലും ഉപയോഗിക്കില്ല. ലഹരികളിൽ നിന്ന് ഞാൻ പൂർണ്ണമായി മാറി നിൽക്കും. നല്ല സ്വപ്നങ്ങൾ കാണാനും അവ നേടാനും എപ്പോഴും ശ്രമിക്കും. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടും. ആ അറിവ് എൻ്റെ സഹപാഠികളുമായും കൂട്ടുകാരുമായും പങ്കുവയ്ക്കും. അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ലഹരി മുക്തമാക്കി പുറത്തു കൊണ്ടുവരും. സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായിക്കും. ഞാൻ മയക്കുമരുന്നുകളോട് നോ പറയും. ജീവിതത്തോട് യെസ് പറയും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജീവിതവും സേവനവുമാണ് ലഹരി എന്ന ഈ ആശയം ജീവിതത്തിൽ പകർത്തും മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. കലാകായിക കഴിവുകളിൽ മുഴുകി എനിക്ക് കഴിയുന്ന രീതിയിൽ ലഹരി വിരുദ്ധ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കും. ലഹരി ഒഴിവാക്കാം, നാട് നന്നാക്കാൻ ഒന്നിക്കാം. Be a hero. Say no to drugs. Jai Hind. Thank you. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.